ഇതിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്തിനൊപ്പം ജിതിൻ അർജുന്റെ ബന്ധുവാണ്, അദ്ദേഹമുണ്ട്. എന്താണ് അദ്ദേഹത്തിന് ഈ പുതിയ തീരുമാനത്തെക്കുറിച്ച് പറയാനുള്ളതെന്നറിയാം. ശ്രീകാന്ത്, ജിതിൻ എന്താണ് പറയാനുള്ളത്? ജിതിനിലേക്ക് അല്പസമയത്തിനകം എത്താം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇന്നൊരു യോഗം ചേർന്നിട്ടുണ്ട്, ഉന്നതതല യോഗം. അതിൽ മോശം കാലാവസ്ഥയിലും ദൗത്യം ഏത് തരത്തിലേക്ക് ഫലപ്രദമായി നടത്താൻ കഴിയും, തുടരാൻ കഴിയും എന്നുള്ളതിൻ്റെ ആലോചനകളാണ് നടന്നത്. ഇതുവരെ നടത്താൻ കഴിയാതിരുന്നത് അത് ഡൈവേഴ്സിന് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിനൊരു പരിഹാരം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുതിയൊരു മെഷീൻ കൊണ്ടുവരുന്നത്. ഫ്ലോട്ടിംഗ് ഫാൻറ്റൂൺ എന്നാണ് ആ മെഷീൻ്റെ പേര്. ആ മെഷീൻ ഓൺ ദ വേ എന്നാണ് ഇപ്പോൾ കാർവാർ SP നമ്മളോട് പറഞ്ഞത്. ഗോവയിൽ നിന്നാണ് എത്തിക്കുക എന്നാണ് കാർവാർ SP നാരായണ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ മെഷീൻ്റെ പ്രത്യേകത, അത് കൂടുതൽ ആഴത്തിൽ തെരച്ചിൽ നടത്താൻ കഴിയും. കൂടാതെ നദിയുടെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഉപകരണമാണ്. അതാണ് ഫ്ലോട്ടിംഗ് ഫാൻറ്റൂൺ എന്ന് പറയുന്നത്. അങ്ങനെയാവുമ്പോൾ അതിൽ ഡൈവേഴ്സിന് സുരക്ഷ നൽകും. അവർക്കതിൽ ഉറപ്പിച്ച് അതിൻ്റെ മുകളറ്റത്ത് നിർത്തിക്കൊണ്ട് പരിശോധന നടത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതുവരെയുള്ള പ്രതിസന്ധിക്ക് അതൊരു പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ്. എവിടെയാണ് ലോറി എന്നുള്ളതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പരിഹാരമാകുമെന്നതാണ് പ്രതീക്ഷ. 3 പേരെയും കണ്ടെത്തും വരെ രക്ഷാദൗത്യം തുടരും. കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകേണ്ടതുണ്ട് എന്നാണ് നേരത്തെ മന്ത്രി PA മുഹമ്മദ് റിയാസും പറഞ്ഞത്. പക്ഷേ അത് നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രതികൂല കാലാവസ്ഥയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചനയാണ് ഇന്ന് നടന്നത്. ഒരു കാരണവശാലും ഈ രക്ഷാദൗത്യം നിർത്തിവെക്കില്ല എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെച്ചു. അത് അല്ലെങ്കിൽ തന്നെയും അങ്ങനെ പാതി വഴിക്ക് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നില്ല എന്നാണ് കാർവാർ MLA സതീഷ് കൃഷ്ണസൈലും നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ മെഷീനുകൾ കൊണ്ടുവരികയും ആ ദൗത്യം അതങ്ങനെ തുടരാൻ, ഏത് തരത്തിൽ നിലവിലെ ദുഷ്കരമായ കാലാവസ്ഥയിൽ ഫലപ്രദമായി ദൗത്യം തുടരാൻ കഴിയുമെന്ന ആലോചനയിലേക്ക് കൂടി ഇന്ന് അധികൃതർ പോയത്. തിരച്ചിൽ നടത്തേണ്ട സ്ഥലം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ തിരച്ചിൽ നടത്താൻ ഡൈവേഴ്സ് ഉണ്ട്. ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയാത്തത് കാരണം അടിയൊഴുക്ക് ശക്തമാണ്. അതിനുള്ള പരിഹാരം എന്ന തരത്തിലേക്കാണ് ഫ്ലോട്ടിംഗ് ഫാൻറ്റൂൺ കൊണ്ടുവരുന്നത്. നദിയുടെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നൊരു മെഷീനാണിത്. ആ മെഷീൻ ആകുമ്പോൾ കൂടുതൽ ആഴത്തിൽ തെരച്ചിൽ നടത്താൻ കഴിയും എന്നുള്ളതാണ്. ആ മെഷീൻ ഇന്നോ നാളെയോ എത്തിച്ചേരും എന്നാണ് കാർവാർ SP നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു തരത്തിൽ രക്ഷാദൗത്യം പ്രതീക്ഷാ നിർഭരമായ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അപ്പോഴും ഉയർന്നു വരുന്ന ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ അടിയൊഴുക്കിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അടിയൊഴുക്ക് ശക്തമാണ്, അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഉപകരണം അവിടെ ഉണ്ട് എന്നറിയാമായിരുന്നു. എന്തുകൊണ്ടാണ് അത് കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവരാൻ കഴിയാതിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെയും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. അത് കൃത്യമായി ലക്ഷ്യത്തിൽ എത്തിക്കും. അതിനുശേഷം മാത്രമേ ദൗത്യം നിർത്തുകയുള്ളൂ എന്ന ഉറപ്പ് കൂടി ഇന്ന് മന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും നൽകുന്നുണ്ട്. 3 പേരെ, അർജുനൊപ്പം മറ്റ് 2 പേരെ കൂടി കണ്ടെത്താൻ ഉണ്ട്. അവരെ മുഴുവൻ ആളുകളെയും കണ്ടെത്തും എന്ന ഉറപ്പാണിപ്പോൾ. ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ജിതിനൊപ്പം ഉണ്ടോ? എന്താണ് ഈ പുതിയ തീരുമാനത്തെക്കുറിച്ച് ജിതിൻ്റെ പ്രതികരണം? ഞാൻ നിലവിലിപ്പോൾ മറ്റു മാധ്യമവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിതിൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിലവിൽ ജിതിനടക്കമുള്ളവർ ഈ ദുരന്ത സ്ഥലത്തേക്ക് പോയിരുന്നു. അവരവിടെ ഈ മന്ത്രി മുഹമ്മദ് റിയാസിനോട് സംസാരിക്കുകയടക്കം ചെയ്തിരുന്നു. ഈ ചർച്ചയിലും അവർ അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിലും അവരുടെ അഭിപ്രായം, അവരുടെ തീരുമാനം എന്ത് എന്ന് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. നേരത്തെ ഇന്ന് നടന്ന ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദൗത്യം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പക്ഷേ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ എന്ത് തരത്തിൽ ദൗത്യം തുടരും എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അതിൽ അവർ കുറേയധികം ഐഡിയകൾ പുതുതായി പറയുന്നുണ്ട്. ഈ ഫ്ലോട്ടിംഗ് ഫാൻറ്റൂൺ തുടങ്ങിയ ഐഡിയകൾ അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡൈവർമാരെ അവിടെ എത്തിച്ച് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം ഈ ഡൈവ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമം നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്ത് തരത്തിൽ യഥാർത്ഥത്തിൽ ഈ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി എന്ത് തരത്തിലുള്ള തെരച്ചിലുണ്ടാകും എന്ന് എടുത്തു ചോദിച്ചപ്പോഴും അതിന് കൃത്യമായ ഒരു മറുപടി കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് അംഗീകരിച്ചേ തീരൂ. എന്നാലും തിരച്ചിൽ തുടരും, അവസാനിപ്പിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കാലാവസ്ഥ ഒരു വിലങ്ങുതടിയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ഈ കുലംകുത്തി ഒഴുകുകയാണ് ഇപ്പോഴും ഈ നദി എന്ന് പറയുന്നത്. ഇപ്പോൾ ജിതിൻ കൂടി ചേരും. നമുക്ക് ജിതിന്റെ അടുത്തേക്ക്. എന്തായാലും ശക്തമായ തോതിലുള്ള സിഗ്നലാണ് അവിടെ ലഭിച്ചത്. അങ്ങനെയാണ് അവർ ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞത്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഈ തെരച്ചിലൊക്കെ ശക്തമാവുന്ന കൂടുതൽ സംവിധാനങ്ങൾ എത്തുന്ന ഒരു പ്രതീക്ഷയുണ്ട്.
പ്രതീക്ഷ നമുക്ക് കൈവിടാൻ പറ്റില്ല. നമ്മുടെ കയ്യിലല്ല ഇനി എല്ലാം ഇവർ ഗവൺമെൻറ് തലത്തിലാണ് എല്ലാം ചെയ്തു തരേണ്ടത്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇനി ചെയ്യാനുള്ളൂ. ഇപ്പൊ ജിതിനെ, ഇപ്പോൾ മന്ത്രി ഇന്ന് സംസാരിച്ച സമയത്ത് മന്ത്രി പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത് കാലാവസ്ഥ ഒരു വലിയ പ്രതികൂല ഘടകമാണ്. അപ്പോൾ നിലവിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യാൻ ശ്രമിക്കും, മറ്റ് ഉപാധികളും തേടുന്നുണ്ട് എന്ന് പറഞ്ഞു. നിലവിൽ എന്തെങ്കിലും കാര്യമായി അവിടെ നടക്കുന്നുണ്ട്? ഇപ്പോൾ പോയിട്ടാണല്ലോ വരുന്നത്. അല്ല, ഇപ്പം ഒന്നും നടക്കുന്നില്ല. കാരണം ഏകദേശം എല്ലാം ഞാൻ മനസ്സിലാക്കിയത് ട്രക്കിൻ്റെ പൊസിഷനെല്ലാം ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് ആൾ ഡൈവ് ചെയ്ത് അതിൻ്റെ അടുത്ത് എത്തുക എന്നുള്ളതാണ് അടുത്ത കർത്തവ്യം. പക്ഷേ അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ പ്രതികൂലമാണ്, അടിയൊഴുക്ക് കൂടുതലാണ്. നേവിക്ക് ഇറങ്ങാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം 3 നോട്ട് സ്പീഡിലാണ് ഇറങ്ങാൻ പറ്റുക എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്കതൊരു ഇത് നമുക്ക് അങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒരാഴ്ച എടുക്കാം, 2 ആഴ്ച എടുക്കാം. അത്രയും നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ ഇതിൽ. ഈ ലോറി ഐഡന്റിഫൈ ചെയ്തു എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ലോറി ഐഡന്റിഫൈ ചെയ്തു എന്ന്. പക്ഷേ ഇന്നിപ്പോൾ കേൾക്കുന്നു കുറെ കൂടി ശക്തമായ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് എന്ന്. ഈ ലോറി ഇന്ന് ഐഡന്റിഫൈ ചെയ്തു എന്ന് പറയുന്നത് ഏറെക്കുറെ ശരിവെക്കാവുന്നതാണോ? കറക്റ്റായ ഇൻഫർമേഷൻ തന്നെയാണോ? അവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാനില്ല. കാരണം ഇവർ സിഗ്നൽ ലഭിച്ചു എന്നുള്ളത് ആണ് പറയുന്നത്. ഇത് ലോറിയുടെ എത്ര അതിൻ്റെ ശതമാനമോ അല്ലെങ്കിൽ അതൊന്നും അറിയില്ല. ശക്തമായൊരു സിഗ്നൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ അറിയില്ല. അത് എന്തായാലും ആ നദിയിലേക്ക് പോയി തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ബാംഗ്ലൂരിൽ നടക്കം കൂടുതൽ ഉപകരണങ്ങൾ കൊണ്ടുവരും, ഒരു ഫ്ലോട്ടിംഗ് ഫാൻഡൂൺ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തൃപ്തർ തന്നെയാണ്. എത്തിക്കട്ടെ, വർക്ക് ചെയ്ത് കണ്ടാൽ നമുക്ക് തൃപ്തനാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കാര്യമായി ഒന്നും ചെയ്യാനാകാത്ത സാഹചര്യമാണ് ഈ അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങൾ കാരണം, നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്നത് നമ്മൾ കാലാവസ്ഥ മാറിയിട്ട് ഒരു റിക്കവർ അത് എത്രത്തോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും എന്ന് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എത്രത്തോളം നീണ്ടു പോകുന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയാണെന്നുള്ള എന്തെങ്കിലും കൂടുതൽ ആൾക്കാരെ സഹായം തേടിയിട്ട് പെട്ടെന്ന് വണ്ടി റിക്കവർ ചെയ്തിട്ട് അവനെ എടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. തീർച്ചയായും ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ജിതിനാണ്. ജിതിന് ഈ അവരുടെ ബന്ധുവാണ്, ഈ അർജുന്റെ ബന്ധുവാണ്. ജിതിൻ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ഒരു പ്രയാസമാണ്. കാരണം ഇത്ര നാളായി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു, ഇത്ര നാളായി ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു മറുപടി, ഒരു കൃത്യമായ ഒരു മറുപടി കിട്ടുന്നില്ല. ഇന്നിപ്പോഴും ജിതിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുടുംബം, അവരുടെ അർജുന്റെ കുടുംബം അത്ര തൃപ്തരല്ല ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. രക്ഷാദൗത്യം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കും, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവരും, ഈ ഫ്ലോട്ടിംഗ് ഫാൻഡൂൺ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ പല ഐഡിയകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോൾ ഡൈവ് ചെയ്യും, എങ്ങനെ അത് പുറത്തെടുക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. നമ്മളത് MLA-യോട് ചോദിച്ചു, മന്ത്രിയോട് ചോദിച്ചു, കളക്ടറോട് ചോദിച്ചു. ഇപ്പോൾ ഉത്തര കന്നഡ SP അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത് സ്പോട്ട് 3 കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന, അവിടെയാണ് ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ്. ഒപ്പം പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ കൂടി രക്ഷാ സംഘത്തിൽ ഉൾപ്പെടുത്തും എന്നതാണ്. ഇന്ന് തന്നെ ഫ്ലോട്ടിംഗ് ഫാൻറ്റൂൺ എത്തിക്കാനുള്ള ശ്രമം, അത് ഗോവയിൽ നിന്നാണ് എത്തിക്കുക എന്നാണ് SP നാരായണൻ നമ്മളോട് പറഞ്ഞത്.